എല്ലാവർക്കും ഇഗ്നു ലേണേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BPSC 131 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ലിബർട്ടി ആണ്. എക്സാമിന് ഉറപ്പായിട്ടും ലിബർട്ടിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം ലിബർട്ടിയിൽ നിന്ന് എന്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ചെറിയൊരു എസ്സെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ എന്താണ് ലിബർട്ടി? നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ലിബർട്ടി. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വേർഡും കൂടെയാണ്. ലിബർട്ടി എന്താന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് ലിബർട്ടി ഈസ് കൺസിഡേർഡ് എ കോർ കോൺസെപ്റ്റ് ആൻഡ് എ ഫണ്ടമെന്റൽ ഡെമോക്രാറ്റിക് വാല്യൂ ഇൻ മോഡേൺ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തിയറി. അപ്പം നമ്മൾ മോഡേൺ പൊളിറ്റിക്കൽ തിയറി എടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരു കോർ കോൺസെപ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു ഫണ്ടമെന്റൽ ഡെമോക്രാറ്റിക് വാല്യൂ ആണ് ലിബർട്ടി. അത് ഐഡിയ ഓഫ് ലിബർട്ടി ആസ് എ കോർ പ്രിൻസിപ്പിൾ ഓഫ് ലിബറൽ തോട്ട്. അപ്പൊ ലിബറൽ ഫിലോസഫിയിൽ വരുന്ന കോർ പ്രിൻസിപ്പിൾ ആണെന്ന് പറയുന്ന ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലിബർട്ടി പറയുമ്പം ലിബർട്ടി വരുന്നത് എവിടെയാണ്? ലിബറൽ ഫിലോസഫിയിലാണ്, അല്ലെങ്കിൽ ലിബറൽ തോട്ടിലാണ്. ഈസ് മോസ്റ്റ് കോമൺലി അണ്ടർസ്റ്റുഡ് ആസ് എ ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ലിബർട്ടി എന്തെന്ന് പറയാം? ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് എന്ന് പറയാം. അതായത് തടസ്സത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആരും നമ്മളെ തടസ്സപ്പെടുത്താണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയെ, അല്ലെങ്കിൽ നമ്മളെ ആരും എന്താണ് ഗവേൺ ചെയ്യാണ്ട്, അല്ലെങ്കിൽ ആരും നമ്മളെ നിയന്ത്രിക്കാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. അതായത് തടസ്സങ്ങൾ അവിടെ ആബ്സെന്റ് ആയിരിക്കും, ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ്. അല്ലെങ്കിൽ അവിടെ ആരും നമ്മളെ എന്ത് ചെയ്യില്ല? ഫോഴ്സ്ഫുള്ളി നിയന്ത്രിക്കില്ല. ഫോഴ്സ്ഫുള്ളി നിയന്ത്രിക്കാത്ത ഒരു അവസ്ഥയെ, അല്ലെങ്കിൽ നിയന്ത്രണം ഇല്ലായ്മ ഉള്ള ആ ഒരു അവസ്ഥയെ നമുക്ക് എന്തെന്ന് പറയാം? ലിബർട്ടി എന്ന് പറയാം. In order to develop his capacities, the individual required freedom from all kinds of social, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കൺസ്ട്രെയിൻസ്. അപ്പം ഒരു വ്യക്തിക്ക് അവന്റെ കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് എന്താവശ്യമാണ്? സ്വാതന്ത്ര്യം ആവശ്യമാണ്, ലിബർട്ടി ആവശ്യമാണ്. ദ ഇൻഡിവിജ്വൽ റിക്വയർഡ് ഫ്രീഡം ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കൺസ്ട്രെയിൻസ്. പല തരത്തിലുള്ള കൺസ്ട്രെയിൻസ് നമ്മുടെ മുന്നിൽ ഉണ്ടാവാം, തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവാം. സോഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാകാം, പൊളിറ്റിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാം, എക്കണോമിക് കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഫ്രീ ആകുവാണെങ്കിൽ മാത്രമേ അവന്റെ കപ്പാസിറ്റീസ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് ലിബർട്ടി എന്ന് പറയുന്നത്. ജസ്റ്റ് ഐഡിയ ഓഫ് ലിബർട്ടി ആസ് ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് ആണ്. തടസ്സം ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയാണ്, നിയന്ത്രണം ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. ഒരേ സ്ഫിയർ ഓഫ് ഓട്ടോണമി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പം അതെന്താണ്? ഒരു ഓട്ടോണമി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാകും, അല്ലെ? സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു അവസ്ഥയെ നമുക്ക് എന്തെന്ന് പറയാം? ലിബർട്ടി എന്ന് പറയാം. ദ ഫാക്ട് ദാറ്റ് വിത്തിൻ എ സോഷ്യൽ ഓർഗനൈസേഷൻ ദ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് അലോൺ ആൻഡ് എക്സിസ്റ്റ് ഇൻ റിലേഷൻ വിത്ത് അതർ ഇൻഡിവിജ്വൽസ്. ഇപ്പൊ ഓൾറെഡി നമുക്കറിയാം, നമ്മളൊരു സൊസൈറ്റിയിലാണ്, ഒരു സോഷ്യൽ ഓർഗനൈസേഷനിലാണ് ഓരോ വ്യക്തികളും ഉള്ളത്. അപ്പൊ സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവൻ ഒറ്റയ്ക്കല്ല, അവൻ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇടപഴകുന്നു, അല്ലെ? മറ്റുള്ളവരുമായിട്ട് അവൻ എന്തിൽ വരുന്നു? റിലേഷനിൽ വരുന്നു. ഓക്കെ, റിക്വയർഡ് ദാറ്റ് ആൻ ഈക്വൽ ക്ലെയിം ഓഫ് അതർ ഇൻഡിവിജ്വൽ ടു ദെയർ സ്ഫിയർ ഓഫ് ഓട്ടോണമി ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി വരുമ്പോൾ അവൻ എന്തുണ്ടായിരിക്കണം? ഒരു ലിബർട്ടി ഉണ്ടായിരിക്കണം. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരൊന്നും അവൻ എന്ത് ചെയ്യാൻ പാടില്ല? നിയന്ത്രിക്കാൻ പാടില്ല. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. വീണ്ടും നമുക്ക് ലിബർട്ടി തന്നെയാണ് പറയുന്നത്. ലിബർട്ടി മീൻസ് ഫ്രീഡം ഫ്രം ഓർ ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ്. എന്താണ്? റിസ്ട്രെയിൻസിൽ നിന്നുള്ള ഫ്രീഡത്തെയാണ്, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസിനെയാണ് എന്ന് പറയുന്നത് ലിബർട്ടി എന്ന് പറയുന്നത്. എ പേഴ്സൺ മേ ബി കൺസിഡേർഡ് ഫ്രീ ഓർ അറ്റ് ലിബർട്ടി ടു ഡു സംതിങ് when his actions and choices are not hindered or constrained by those of another. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു പേഴ്സൺ എന്താണ്? അവൻ എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം, അല്ലെ? ഓർ അറ്റ് ലിബർട്ടി ടു ഡു സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവന് ഉണ്ടായിരിക്കണം. when his or her action and choices are not hindered or constrained by those of another. അപ്പൊ അവൻ എങ്ങനെയാണ് കാര്യം സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്? മറ്റൊരാളും അവന്റെ ചോയ്സസിനെയും അവന്റെ ആക്ഷനെയും തടസ്സപ്പെടുത്താണ്ടിരിക്കുമ്പോഴാണ് അവന് സ്വതന്ത്രമായിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥയെ നമുക്ക് എന്തെന്ന് പറയാം? ലിബർട്ടി എന്ന് പറയാം.
It is important to understand that constraints refers to impediments imposed by political and other authorities. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. Okay, thus imprisonment, bondage or slavery, subjection to laws, etc. may be seen as referring to condition of unfreedom or absence of liberty. Absence of liberty അല്ലെങ്കിൽ unfreedom എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരെ ഇംപ്രിസൺമെന്റ്, ബോണ്ടേജ് ഓർ സ്ലേവറി, സബ്ജക്ഷൻ ടു ലോസ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? അൺഫ്രീഡത്തിൽ വരുന്നതാണ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ലിബർട്ടിയിൽ വരുന്നതാണ്. While states of unfreedom like imprisonment or subjection to laws may appear as constraints on liberty. അപ്പൊ നമ്മുടെ ലിബർട്ടിയിലുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞതാണ്. ഇംപ്രിസൺമെന്റ് വരാല്ലേ, നമ്മളെ പിടിച്ച് ജയിലിലിടുക എന്ന് പറയുന്നത് എന്താണ്? അവന്റെ ലിബർട്ടിയിൽ അല്ലെങ്കിൽ അവന്റെ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു വലിയൊരു കൺസ്ട്രെയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു തടസ്സമാണ്, ഒരു നിയന്ത്രണമാണത്. ഓക്കെ ആണല്ലോ. അപ്പം വൈൽ സ്റ്റേറ്റ്സ് ഓഫ് അൺഫ്രീഡം ലൈക്ക് ഇംപ്രിസൺമെന്റ് ഓർ സബ്ജക്ഷൻ ടു ലോ may appear as constraints on liberty. We know that modern democratic social political organizations are founded on legal and institutional structure. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളൊരു മോഡേൺ ഡെമോക്രാറ്റിക് സോഷ്യൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അത് ഫൗണ്ട് ചെയ്തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് കുറേയധികം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ വിച്ച് എയിം അറ്റ് എൻഷുറിങ് ഈക്വൽ കൺസിഡറേഷൻ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽസ് ലിബർട്ടി. അപ്പൊ ഇതെല്ലാം എന്താണ് ഉറപ്പുവരുത്തുന്നത്? ആ സൊസൈറ്റിയിലുള്ള എല്ലാ വ്യക്തികൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? ഈക്വൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. No society will therefore have an unlimited right to liberty. നമുക്കറിയാം, ഒരു സൊസൈറ്റിയിൽ നമുക്ക് എന്തുണ്ടായിരിക്കില്ല? അൺലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ് ടു ലിബർട്ടി ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലായിടത്തും എന്തുണ്ടായിരിക്കും? ഒരു കൺസ്ട്രെയിന്റ് ഉണ്ടായിരിക്കും. ആരെങ്കിലും ഒക്കെ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? നിയന്ത്രിക്കുന്നുണ്ടായിരിക്കും, അല്ലേ? നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഒരു സൊസൈറ്റിയിലും കിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലിബർട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല? നിലനിൽക്കില്ല. ഈച്ച് സൊസൈറ്റി വിൽ ഹാവ് എ സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ലിബർട്ടി. ഏതൊരു സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിബർട്ടിയിൽ എന്തുണ്ടായിരിക്കും? ഒരു സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് അവിടെ കണ്ടിരിക്കും. വിച്ച് ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ഫാക്ട്. ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്, ന്യായീകരിക്കുന്നത്? വസ്തുതകൾ വെച്ചിട്ടാണ് നമ്മൾ ന്യായീകരിക്കുന്നത്, അല്ലേ? നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലിബർട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം സൊസൈറ്റിയിൽ എന്തുണ്ടാവില്ല? കൃത്യമായിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാകില്ല. വിച്ച് ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ഫാക്ട് ദാറ്റ് പീപ്പിൾ അക്സെപ്റ്റ് ദീസ് റെസ്ട്രിക്ഷൻസ് ആസ് ദ ബെസ്റ്റ് പോസിബിൾ കണ്ടീഷൻസ് ഇൻ വിച്ച് ലിബർട്ടി കുഡ് ബി മാക്സിമൈസ്ഡ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫാക്ട് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. പീപ്പിൾ അക്സെപ്റ്റ് ദീസ് റെസ്ട്രിക്ഷൻസ്. എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. എന്താണ്? നമുക്ക് ലിബർട്ടിക്ക് നല്ല ഒരു ബെസ്റ്റ് പോസിബിൾ കണ്ടീഷൻസ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ലിബർട്ടി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നമ്മൾ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കണം? ഈ നിയമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെന്താണ് പറയുന്നത്? ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിബർട്ടി as absence of restraints or absence of external constraints. അപ്പൊ നമ്മളിവിടെ ലിബർട്ടിയെ മനസ്സിലാക്കുന്ന, ലിബർട്ടിയുടെ മീനിങ് തന്നെ നമ്മൾ പറഞ്ഞത് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് ആണ്. തടസ്സത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ലിബർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള തടസ്സം, അതിന്റെ ആബ്സെൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതൊരു നെഗറ്റീവ് സെൻസ് ആണ്, അല്ലെ? ലിബർട്ടി ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് സെൻസിലാണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ലിബർട്ടിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ എഴുതണം. നമ്മൾ അത് താഴോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ്? ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിബർട്ടി ആസ് ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ് ഓർ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ഈസ് ജനറലി ഡിസ്ക്രൈബ്ഡ് ആസ് നെഗറ്റീവ്. അപ്പം നമ്മൾ എന്താണ് ലിബർട്ടിയുടെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് സെൻസിലാണ്. ദ നെഗറ്റീവ് നേച്ചർ ഓഫ് ലിബർട്ടി അപ്പിയേഴ്സ് ഇൻ 2 ഡിഫറെന്റ് സെൻസസ്. ആ ഒരു ലിബർട്ടിയുടെ നെഗറ്റീവ് നേച്ചർ നമുക്ക് 2 രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അതാണ് താഴെ പറയുന്നത്.
the first law is seen as the main obstacle to freedom. അല്ലെ, നമ്മുടെ ഫ്രീഡത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് നിയമങ്ങളാണ്. അല്ലെ, നിയമങ്ങളാണ് മനുഷ്യനെ എന്ത് ചെയ്യുന്നത്, റിസ്ട്രെയിൻ ചെയ്യുന്നത്. പല കാര്യങ്ങളും ചെയ്യാൻ അവനെ അനുവദിക്കാത്തത് നിയമങ്ങളാണ്. ഇപ്പം തോമസ് ഹോബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തിങ്കർ ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഫ്രീഡം ആസ് ദ സൈലൻസ് ഓഫ് ദ ലോസ്. അതായത് നിയമങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സൈലൻസ് ഓഫ് ദ ലോസിനെയാണ് എന്ന് പറയുന്നത് ഫ്രീഡം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഫിലോസഫർ ആയിട്ടുള്ള ജോൺ ലോക്ക് പറയുന്നുണ്ട്, ഫിലോസഫേഴ്സ് ലൈക്ക് ജോൺ ലോക്ക് ഹാവ് however point out that a commitment to liberty does not mean that law should be abolished. അപ്പൊ ഇവിടെ ഈ ലോക്ക് പോലുള്ള, ജോൺ ലോക്ക് പോലുള്ള തിങ്കേഴ്സ് പറയുന്നത് ലിബർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ നിയമത്തെ എതിർക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിയമങ്ങളെ അബോളിഷ് ചെയ്യുക എന്നുള്ളതല്ല. റാദർ ഇറ്റ് മീൻസ് ദാറ്റ് ലോ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് വൺസ് ലിബർട്ടി. അപ്പം ഓരോ വ്യക്തികൾക്കും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലിബർട്ടി കൊടുക്കാൻ പാടില്ല. ആ അൺലിമിറ്റഡ് ലിബർട്ടിയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, റെസ്ട്രിക്ട് ചെയ്യേണ്ടത്, അല്ലെ. അപ്പം അൺലിമിറ്റഡ് ആയിട്ടുള്ള ലിബർട്ടി എല്ലാവർക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ മറ്റുള്ളവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, ഇടപെടും. അപ്പം മറ്റുള്ളവന്റെ ലിബർട്ടി, സ്വാതന്ത്ര്യം അവിടെ ഇല്ലാണ്ടാകും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ നിയമം കൊണ്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് എന്താണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലിബർട്ടിയാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് മീൻസ് ദാറ്റ് ലോ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് വൺസ് ലിബർട്ടി ഫ്രം എൻക്രോച്ച്മെന്റ് ബൈ അതേഴ്സ്. മറ്റുള്ളവര് ഒരുത്തന്റെ ലിബർട്ടിയിലോട്ട് എൻക്രോച്ച് ചെയ്യുന്നതിനെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെ. മറ്റുള്ളവർ ആരും നമ്മുടെ എന്താണ് ലിബർട്ടിയിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എൻക്രോച്ച് ചെയ്യാൻ പാടില്ല. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ലോ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ്. ലോസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് വൺസ് ലിബർട്ടി, ഒരാളുടെ ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഫ്രം എൻക്രോച്ച്മെന്റ് ബൈ അതേഴ്സ്, മറ്റുള്ളവർ നമ്മുടെ ലിബർട്ടിയിലോട്ട് എന്ത് കടന്നു കയറാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നിയമം ഉപയോഗിക്കണമെന്നാണ് ലോക്കിനെ പോലുള്ളവർ പറയുന്നത്. ലോക്ക് സജസ്റ്റഡ് ദെയർഫോർ ദാറ്റ് ലോ ഡസ് നോട്ട് റെസ്ട്രിക്ട് ലിബർട്ടി. അപ്പൊ ലോക്ക് പോലുള്ളവർ പറയുന്നത് എന്താണ്, ഒരിക്കലും ലോസ് നമ്മുടെ ലിബർട്ടിയെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഇറ്റ് റാദർ എൻലാർജ് ആൻഡ് ഡിഫെൻസ് ഇറ്റ്. അത് നമ്മുടെ ലിബർട്ടി എന്ത് ചെയ്യുവാണ്, എൻലാർജ് ചെയ്യുവാണ് ചെയ്യുന്നത്, ഡിഫെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ വ്യൂ പറയുന്നത്, ദ സെക്കൻഡ് വ്യൂ സീസ് ലിബർട്ടി ആസ് എ ഫ്രീഡം ഓഫ് ചോയ്സ്. ലിബർട്ടി എന്തായിട്ടാണ് കാണുന്നത്, തെരഞ്ഞെടുക്കാനുള്ള, നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് കാണുന്നത്. മിൽട്ടൺ ഫ്രൈഡ്മാൻ ഫോർ എക്സാമ്പിൾ ഇൻ ഹിസ് വർക്ക്, മിൽട്ടൺ ഫ്രൈഡ്മാൻ അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡത്തിൽ പറയുന്നത്, പ്രപ്പോസസ് ദാറ്റ് എക്കണോമിക് ഫ്രീഡം കൺസിസ്റ്റ് ഓഫ് ഫ്രീഡം ഓഫ് ചോയ്സ്. അപ്പൊ എക്കണോമിക് ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീഡം ഓഫ് ചോയ്സസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അപ്പൊ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് എക്കണോമിക് ഫ്രീഡം എന്ന് പറയുന്നത്. അത് മാത്രമാണോ, ദ ഫ്രീഡം ഓഫ് കൺസ്യൂമർ ടു ചൂസ് വാട്ട് ടു ബൈ, അല്ലെ, എന്ത് മേടിക്കണമെന്നുള്ള ഒരു കൺസ്യൂമറിന്റെ സ്വാതന്ത്ര്യം, ഒരു ഉപഭോക്താവിന് എന്ത് മേടിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ദ ഫ്രീഡം ഓഫ് ദ വർക്കർ ടു ചൂസ് ഹിസ് ജോബ് ഓർ പ്രൊഫഷൻ. അപ്പൊ ഓരോ വർക്കേഴ്സിനും അവന്റെ ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ആൻഡ് ദ ഫ്രീഡം ഓഫ് പ്രൊഡ്യൂസർ ടു ചൂസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൂം ടു എംപ്ലോയ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ഒരു പ്രൊഡ്യൂസറിന് അവന് ഇഷ്ടമുള്ള, അവൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. ആരെ ജോലിക്ക് നിർത്തണം എന്നുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. To choose implies that the individual can make unhindered and voluntary selection from a range of different options. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്, എക്കണോമിക് ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ആരും അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം വോളണ്ടറി സെലക്ഷൻ നമുക്ക് നടത്താൻ പറ്റണം. അപ്പൊ റേഞ്ച് ഓഫ് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ മുന്നിൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള എന്തുണ്ടായിരിക്കണം, ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിബർട്ടിയിൽ പ്രധാനമായിട്ടും നോക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ രണ്ട് സെൻസിലാണ് ലിബർട്ടിയെ പറയുന്നത്. അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. എന്താണ്, വൈൽ ടോക്കിംഗ് അബൌട്ട് ലിബർട്ടി, ലിബർട്ടിയെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ രണ്ട് സെൻസിൽ നമ്മൾ ലിബർട്ടിയെ കുറിച്ചിട്ട് പറയും. എ ഡിസ്റ്റിങ്ഷൻ ഈസ് ഓഫൺ മെയ്ഡ് ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ്
പോസിറ്റീവ് നോഷൻസ് ഓഫ് ലിബർട്ടി. നെഗറ്റീവ് നോഷൻസ് ഓഫ് ലിബർട്ടി നമ്മൾ മുകളിൽ പറഞ്ഞു. പോസിറ്റീവ് നോഷൻസ് ഓഫ് ലിബർട്ടി അല്ലെ, പോസിറ്റീവ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ലിബർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഡെഫിനിഷൻ താഴെ പറയുന്നുണ്ട്. എന്താണ് നെഗറ്റീവ് സെൻസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്. എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസിന്റെ ആബ്സെൻസിനെയാണ് ഇവിടെ നെഗറ്റീവ് നോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞതാണ്. പോസിറ്റീവ് സെൻസിൽ അല്ലെങ്കിൽ പോസിറ്റീവ് നോഷനിൽ നമ്മൾ ലിബർട്ടി എങ്ങനെയാണ് പറയുന്നത്, ദ എക്സിസ്റ്റൻസ് ഓഫ് കണ്ടീഷൻസ് അല്ലെ, വിച്ച് എനേബിൾസ് ഓർ ഫെസിലിറ്റേറ്റ്, നമുക്ക് വളരാനുള്ള ഒരു കണ്ടീഷന്റെ എക്സിസ്റ്റൻസിനെയാണ്. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളരാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് നോഷൻസ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിബർട്ടിയിൽ നോക്കാനുള്ള. ലിബർട്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, ലിബർട്ടിയിൽ നമുക്ക് ഇനി 2 ചെറിയ വീഡിയോസും കൂടെ നോക്കാനുണ്ട്. അപ്പം ലിബർട്ടിയിൽ നിന്ന് ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇത് എഴുതാം. അത് കൂടാണ്ട് 2 തിങ്കേഴ്സിൽ നിന്ന് ചോദിക്കാം. ആ 2 തിങ്കേഴ്സിൽ നിന്ന് ചോദിക്കുമ്പോഴും ലിബർട്ടിയെ കുറിച്ചിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല. തിങ്കേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ലിബർട്ടിയെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതിയതിനു ശേഷം ആ തിങ്കേഴ്സിലോട്ട് പോവാം. നമുക്ക് ജെയ്സ് മില്ലിന്റെ നോക്കാനുണ്ട്, പിന്നെ ഒരു മാർക്സിസ്റ്റ് അപ്രോച്ചും കൂടെ നമുക്ക് നോക്കാനുണ്ട്, പിന്നെ ഒരു ഇസേ ബെർലിൻ എന്ന് പറഞ്ഞൊരു തിങ്കറിന്റെ ലിബർട്ടിയും കൂടെ നോക്കണം. എന്തായാലും 2 വീഡിയോയിൽ നമുക്ക് ഈ ഒരു ലിബർട്ടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2 വീഡിയോ കൂടെ ഞാൻ ഇടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബർട്ടിയിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് പ്രധാനമായിട്ട്